Next, continuous random variable. First question, the joint density of x and y is given by function of xy is equal to e raised to minus of x plus y for x greater than or equal to 0, y greater than or equal to 0, 0 otherwise. Find probability of 1 by 2 less than x less than 2, 0 less than y less than 4. ഇപ്പോൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആകുമ്പം ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. ഡബിൾ ഇൻറ്റഗ്രൽ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ആണ്. അപ്പോൾ എക്സിൻ്റെ റേഞ്ചും ഇവിടെ തന്നിട്ടുണ്ട്, വൈയുടെ റേഞ്ചും തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 1 by 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2, 0 ലെസ് ദാൻ വൈ ലെസ് ദാൻ 4. ഇൻറ്റഗ്രൽ 1 by 2 to 2, ഇൻറ്റഗ്രൽ 0 to 4 ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്, ഇ റേസ് ടു മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ ഇൻറ്റഗ്രൽ 1 by 2 to 2, ഇൻറ്റഗ്രൽ 0 to 4 ഇ റേസ് ടു മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ ഡി വൈ ഡി എക്സ്. ഇൻറ്റഗ്രേഷനാണ് വിത്ത് റെസ്പെക്ട് ടു വൈ. ഇ റേസ് ടു മൈനസ് എക്സ് പുറത്തെടുത്തിരിക്കുക. അപ്പോൾ ഇൻറ്റഗ്രൽ 0 to 4 ഇ റേസ് ടു മൈനസ് വൈ ഡി വൈ ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് വൈയുടെ ഇൻറ്റഗ്രേഷനാണ് ഇ റേസ് ടു മൈനസ് വൈ ഡിവൈഡഡ് ബൈ -1 ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to 4. അപ്പോൾ 1 മൈനസ് ഇ റേസ് ടു മൈനസ് 4 ഇൻറ്റു ഇൻറ്റഗ്രൽ 1 by 2 to 2 ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. അപ്പോൾ 1 മൈനസ് ഇ റേസ് ടു മൈനസ് 4 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ -1 ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് 1 by 2 to 2. അപ്പോൾ 1 മൈനസ് ഇ റേസ് ടു മൈനസ് 4 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 1 by 2 മൈനസ് ഇ റേസ് ടു മൈനസ് 2. This question, if function of xy is equal to x square plus xy divided by 3, 0 less than x less than 1, 0 less than y less than 2, 0 otherwise, is a joint PDF. Find probability of x greater than 1 by 2, probability of x less than y, probability of y less than 1 by 2, probability of x less than 1 by 2 given y less than 1 by 2, probability of x less than 1 by 2, y greater than 1 by 2. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 by 2 ആണെങ്കിൽ ഇവിടെ നമുക്ക് ആദ്യം അറിയാം കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ ഡെഫിനിഷനാണ് ഡബിൾ ഇൻറ്റഗ്രൽ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ റേഞ്ച് 0 to 1 ആണ്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 1 by 2 എന്ന് പറയുമ്പോൾ 1 by 2 to 1, വൈയുടെ റേഞ്ച് 0 to 2. അപ്പോൾ ഇൻറ്റഗ്രൽ 0 to 2 ഇൻറ്റഗ്രൽ 1 by 2 to 1 എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ ബൈ 3 ഇൻറ്റു ഡി എക്സ് ഡി വൈ. ഇൻറ്റഗ്രേഷനാണ് ഇൻറ്റഗ്രൽ 0 to 2 എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് വൈ ബൈ 3 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് 1 by 2 to 1. ഇൻറ്റഗ്രൽ 0 to 2 1 by 3 പ്ലസ് 1 by 6 ഇൻറ്റു വൈ മൈനസ് 1 by 24 മൈനസ് വൈ ബൈ 24 ഇൻറ്റു ഡി വൈ. ഇനി വൈയുടെ ഇൻറ്റഗ്രേഷനാണ് 1 by 3 വൈ പ്ലസ് 1 by 6 വൈ സ്ക്വയർ ബൈ 2 മൈനസ് 1 by 24 വൈ മൈനസ് വൈ സ്ക്വയർ ബൈ 48 ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to 2. അപ്പോൾ 2 by 3 പ്ലസ് 1 by 3 മൈനസ് 1 by 12 മൈനസ് 1 by 12 സീക്വൽ ടു 1 മൈനസ് 1 by 6 സീക്വൽ ടു 5 by 6. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ വൈ ആണ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ മൾട്ടിപ്പിൾ ഇൻറ്റഗ്രൽ പഠിച്ചു കാണും. അപ്പോൾ എക്സ് ലെസ് ദാൻ വൈ ആണെങ്കിൽ അപ്പോൾ ഇത് ഫിഗർ വരച്ച് വേണം നമുക്ക് അതിൻ്റെ ലിമിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇപ്പോൾ എക്സ് ലെസ് ദാൻ വൈ എന്ന് പറയുമ്പോൾ വൈ ഈക്വൽ ടു എക്സ് നമ്മൾ ലൈൻ്റെ ഇക്വേഷനാണ്. ഇനി എക്സും വൈയും ഈക്വൽ ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 1 ആണ്, വൈയുടെ വാല്യൂ 1 ആണ്. ഇക്വേഷൻ ഓഫ് ദ എക്സ് ആക്സസ് വൈ ഈക്വൽ ടു 0 ആണ്. ഇക്വേഷൻ ഓഫ് ദ വൈ ആക്സസ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് ഇനി ലിമിറ്റ്സ് വേണം. ഇനി ഡി എക്സ് ഡി വൈയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ സ്ട്രിപ്പിൽ എടുക്കണം. x1 x2 ഫംഗ്ഷൻ ഓഫ് വൈയും y1 y2 കോൺസ്റ്റൻസ് ആണ്. ഡി വൈ ഡി എക്സിലാണെങ്കിൽ വെർട്ടിക്കൽ സ്ട്രിപ്പിൽ എടുക്കണം. y1 y2 ഫംഗ്ഷൻ ഓഫ് എക്സും x1 x2 കോൺസ്റ്റൻസ് ആണ്. ഇവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഡി എക്സ് ഡി വൈ ആണ്. അപ്പോൾ x1 x2 ഫംഗ്ഷൻ ഓഫ് വൈ. അപ്പം ഫസ്റ്റ് ടച്ച് ചെയ്തിരിക്കുന്നത് y ആണ്, പിന്നെ 1. അപ്പോൾ ഇൻറ്റഗ്രൽ y to 1. ഇനി y1 y2 കോൺസ്റ്റൻസ് ആണ്, വെർട്ടിക്കൽ താഴെ നിന്ന് മുകളിൽ വരെ. ഇൻറ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ ബൈ 3 ഇൻറ്റു ഡി എക്സ് ഡി വൈ. ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് വൈ ബൈ 3 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് y to 1 dy. ഇൻറ്റഗ്രൽ 0 to 1 1 by 3 പ്ലസ് 1 by 6 ഇൻറ്റു y മൈനസ് വൈ ക്യൂബ് ബൈ 3 മൈനസ് വൈ ക്യൂബ് ബൈ 6 ഇൻറ്റു ഡി വൈ.
അപ്പോൾ 1/3y plus 1/6 into y square by 2 minus y raised to 4 by 12 minus y raised to 4 by 24 between the limits 0 to 1. അപ്പോൾ 1/3 plus 1/12 minus 1/12 minus 1/24 അപ്പോൾ 7/24. നെക്സ്റ്റ് വൺ ആണ് പ്രോബബിലിറ്റി ഓഫ് y ലെസ് ദാൻ 1/2. ഡബിൾ ഇൻ്റഗ്രൽ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ എന്ന് തന്നിട്ടുണ്ട്. എക്സിൻ്റെ ലിമിറ്റ് 0 to 1 ആണ്, വൈയുടെ ലിമിറ്റ് 0 to 1/2. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ ബൈ 3 ഇൻറ്റു ഡി എക്സ് ഡി വൈ. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1/2 ഇൻ്റഗ്രേഷനാണ് എക്സ് ക്യൂ ബൈ 3 പ്ലസ് വൈ ബൈ 3 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to 1 ഡി വൈ. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1/2 1/3 പ്ലസ് 1/6 ഇൻറ്റു വൈ ഇൻറ്റു ഡി വൈ. അപ്പോൾ 1/3y പ്ലസ് 1/6 ഇൻറ്റു വൈ സ്ക്വയർ ബൈ 2 ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to 1/2. 1/6 പ്ലസ് 1/12 ഇൻറ്റു 1/4. അപ്പോൾ 1/6 പ്ലസ് 1/48 ആണ്. അപ്പോൾ 9/48 ഈക്വൽ ടു 3/16. നെക്സ്റ്റ് വൺ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1/2 ഗിവൺ y ലെസ് ദാൻ 1/2. അപ്പോൾ എക്സ് ലെസ് ദാൻ 1/2 എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1/2. അതുപോലെ y ലെസ് ദാൻ 1/2 ആണെങ്കിൽ 0 ലെസ് ദാൻ y ലെസ് ദാൻ 1/2 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ y ലെസ് ദാൻ 1/2. അപ്പോൾ ആദ്യം ന്യൂമറേറ്റർ കാൽക്കുലേറ്റ് ചെയ്യണം. അവിടെ എക്സിൻ്റെ റേഞ്ച് 0 to 1/2 ആണ്, വൈയുടെ റേഞ്ചും 0 to 1/2 ആണ്. പിന്നെ ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ സ്റ്റെപ്പാണ് 5/192. ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 5/36. ഇനി പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1/2 വൈ ഗ്രേറ്റർ ദാൻ 1/2. ഇവിടെ വൈയുടെ റേഞ്ച് എന്ന് പറയുന്നത് 1/2 to 2 ആണ്. അപ്പോൾ എക്സിൻ്റെ റേഞ്ച് ആണെങ്കിൽ 0 to 1/2 ആണ്. പിന്നെ അവിടെയും ഇൻ്റഗ്രേഷനാണ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ ബൈ 3 ഇൻറ്റു ഡി എക്സ് ഡി വൈ. അപ്പോൾ എക്സ് ക്യൂ ബൈ 3 പ്ലസ് എക്സ് സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ 6 ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to 1/2 ഡി വൈ. അപ്പോൾ ഇൻ്റഗ്രൽ 1/2 to 2 1/24 പ്ലസ് y ബൈ 24 ഇൻറ്റു ഡി വൈ. 9/64. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ ജോയിൻറ്റ് പി ഡി എഫ് ഓഫ് എക്സ് ആൻഡ് വൈ ഇസ് ഗിവൺ ബൈ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സി എക്സ് വൈ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4 1 ലെസ് ദാൻ വൈ ലെസ് ദാൻ 5 0 elsewhere. First one, find C. Probability of x greater than or equal to 3, y less than or equal to 2. Third one, probability of 1 less than x less than 2, 2 less than y less than 3. And third one, probability of x plus y less than 3. ഒരു ഫംഗ്ഷൻ പി ഡി എഫ് ആണ്, നമുക്ക് സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു ഫംഗ്ഷൻ പി ഡി എഫ് ആണെങ്കിൽ നമുക്ക് കണ്ടീഷൻ അറിയാം. ഇൻ്റഗ്രൽ -∞ to ∞, ഇൻ്റഗ്രൽ -∞ to ∞, ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 4 ആണ്, വൈയുടെ റേഞ്ച് 1 to 5 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 1 to 5 ഇൻ്റഗ്രൽ 0 to 4 സി എക്സ് വൈ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു 1. പിന്നെ ഇൻ്റഗ്രേഷനാണ് ഇൻ്റഗ്രൽ 1 to 5 സി വൈ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to 4 ഡി വൈ ഈക്വൽ ടു 1. അപ്പോൾ ഇൻ്റഗ്രൽ 1 to 5 8 സി വൈ ഡി വൈ ഈക്വൽ ടു 1. അപ്പോൾ 8c ഇൻറ്റു വൈ സ്ക്വയർ ബൈ 2 ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് 1 to 5 ഈക്വൽ ടു 1. പിന്നെ കാൽക്കുലേഷനൊക്കെ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷമുള്ള ആൻസറാണ് സി ഈക്വൽ ടു 1/96. നെക്സ്റ്റ് വൺ, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇവിടെ എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 3 to 4 ആണ്, അതുപോലെ വൈയുടെ റേഞ്ച് എന്ന് പറയുന്നത് 1 to 2 ആണ്. അപ്പോൾ 1/96 സിയുടെ വാല്യൂ കിട്ടി. അപ്പോൾ 1/96 എക്സ് വൈ ഡി എക്സ് ഡി വൈ ആണ്. ഇവിടെ അതുപോലെ ഇൻ്റഗ്രേഷനാണ്. ഇൻ്റഗ്രേഷൻ ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ആൻസറാണ് 7/128. തേർഡ് വൺ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2, 2 ലെസ് ദാൻ വൈ ലെസ് ദാൻ 3. എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 1 to 2 ആണ്, വൈയുടെ റേഞ്ച് 2 to 3 ആണ്. അതാണ് ഇൻ്റഗ്രൽ 2 to 3 ഇൻ്റഗ്രൽ 1 to 2 1/96 എക്സ് വൈ ഡി എക്സ് ഡി വൈ. ഇവിടെ അതുപോലെ ഇൻ്റഗ്രേഷനാണ്. ഇൻ്റഗ്രേഷൻ ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ആൻസറാണ് 5/128. എൻ്റെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 3 ആണ്. നേരത്തെ മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽ ചെയ്തതുപോലെ ഇത് നമ്മുടെ ലിമിറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3 അതൊരു ലൈൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ എക്സ് ആക്സിസ് വൈ ഈക്വൽ ടു 0 ആണ്. ഇക്വേഷൻ ഓഫ് ദ വൈ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0 ആണ്.
ഇപ്പം y0 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ 3 ആണല്ലോ, അതാണ് 30 എയുടെ പോയിന്റ്. അതുപോലെ ഇക്വേഷൻ ഓഫ് y ആക്സിസ് എക്സ് 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ 3 ആണ്, അതാണ് ബിയുടെ പോയിന്റ് 0, 3. ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 3. ഹൊറിസോണ്ടൽ സ്ട്രിപ്പിൽ എടുത്തിരിക്കുന്ന x1 x2 ഫംഗ്ഷൻ ഓഫ് y. ഇപ്പോൾ 0 to 3 മൈനസ് y, y1 y2 കോൺസ്റ്റൻസ് 0 to 3, 1/96 xy dx dy. ഇവിടെ ഇൻ്റഗ്രേഷൻ എൻ്റെ ലാസ്റ്റ് എൻ്റെ ഫൈനൽ ആൻസർ വരുന്ന 9/256. ഇനി ക്വസ്റ്റ്യനിൽ മാർജിനൽ പി എം എഫ് ചോദിച്ചിട്ടുണ്ട്. എഫ് എക്സ് എക്സ് ആണ്, അതുപോലെ മാർജിനൽ പി എം എഫ് ഓഫ് വൈ ആണെങ്കിൽ എഫ് വൈ വൈ ആണ്. ഇപ്പം എഫ് എക്സ് എക്സ് ആണെങ്കിൽ ഇൻ്റഗ്രൽ -∞ to ∞ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഡി വൈ ആണ്. അപ്പോൾ അവിടെ വൈയുടെ റേഞ്ചാണ് വേണ്ടത്, അപ്പോൾ 1 to 5. അപ്പോൾ പിന്നെ ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ x/8 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ റേഞ്ച് 0 to 4. അതുപോലെ ഫംഗ്ഷൻ ഓഫ് വൈ ആണെങ്കിൽ ഇൻ്റഗ്രൽ -∞ to ∞ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഡി എക്സ് ആണ്. അപ്പോൾ അവിടെ ഇൻ്റഗ്രേഷൻ എല്ലാം ചെയ്തതിന് ശേഷം y/12 എന്ന് കിട്ടും. അവിടെ വൈയുടെ റേഞ്ച് എഴുതിക്കൊള്ളണം 1 to 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് ദ ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ഈസ് ഗിവൺ ബൈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1 minus e raised to minus x into 1 minus e raised to minus y for x greater than 0, y greater than 0, 0 otherwise. First one, find the joint PDF of x and y. Second one, find the marginal densities of x and y. And third one, probability of 1 less than x less than 3, 1 less than y less than 2. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ക്യാപിറ്റൽ എഫ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്മോൾ എഫ് വേണം. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുലയാണ് ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ⁴ എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ ∂x/∂y. ഇപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈനെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ⁴ ബൈ ∂x/∂y 1 minus e raised to minus y minus e raised to minus x plus e raised to minus of x plus y. ∂x ഓഫ് വിത്ത് റെസ്പെക്ട് ടു വൈയിലോട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. e raised to minus y minus e raised to minus of x plus y. ഇനി വിത്ത് റെസ്പെക്ട് എക്സിലോട്ട് ഇപ്പോൾ e raised to minus of x plus y. ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ കിട്ടി. e raised to minus of x plus y for x greater than 0, y greater than 0, 0 otherwise. ഇനി മാർജിനൽ ഡെൻസിറ്റീസ് കണ്ടുപിടിക്കണം. ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് എക്സ് എക്സ് ആണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻ്റഗ്രൽ -∞ to ∞ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഡി വൈ. ഇപ്പോൾ ഇൻ്റഗ്രൽ 0 to ∞ e raised to minus of x plus y ഡി വൈ. ഇപ്പോൾ e raised to minus x. ഇനി ഫംഗ്ഷൻ ഓഫ് y ആണെങ്കിൽ എഫ് വൈ ഓഫ് y ഇൻ്റഗ്രൽ -∞ to ∞ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഡി എക്സ്. ഇവിടെ എക്സിൻ്റെ റേഞ്ച് 0 to ∞ ആണ്. ഇൻ്റഗ്രൽ 0 to ∞ e raised to minus of x plus y ഡി എക്സ്. ഇപ്പോൾ e raised to minus y. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ എന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിലാണ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ചെയ്തപ്പം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ എന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. ഈ പ്രോബബിലിറ്റി ഓഫ് 1 less than x less than 3, 1 less than y less than 2. ഇവിടെ എക്സിൻ്റെ റേഞ്ച് 1 to 3 ആണ്, വൈയുടെ റേഞ്ച് 1 to 2 ആണ്. ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട് e raised to minus of x plus y dx dy. ഇവിടെ അതുപോലെ ഇൻ്റഗ്രേഷൻ ചെയ്തതിനുള്ള ഫൈനൽ ആൻസർ ആണ് e raised to -5 minus e raised to -3 minus e raised to -4 plus e raised to -2. Next one, examine whether the variables x and y are independent where joint density is function of xy is equal to x into e raised to minus x into y plus 1, 0 less than x, y less than infinity. ഇപ്പോൾ ഇവിടെ എക്സിൻ്റെ റേഞ്ചും 0 to ∞ ആണ്, വൈയുടെ റേഞ്ചും 0 to ∞ ആണ്. നമുക്ക് ആദ്യം എക്സ് ആൻഡ് വൈ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഫംഗ്ഷൻ ഓഫ് എഫ് എക്സ് ഇൻറ്റു എക്സ് അല്ലേ, ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആയിരിക്കണം. പിന്നെ ആദ്യം എഫ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇൻ്റഗ്രൽ 0 to ∞ എക്സ് ഇൻറ്റു e raised to minus x into y plus 1 into dy. കിട്ടുന്ന ആൻസറാണ് e raised to minus x. അതുപോലെ എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to ∞ എക്സ് ഇൻറ്റു e raised to minus x into y plus 1 into dx. അപ്പോൾ നമുക്ക് കിട്ടും 1/y plus 1 the whole square. ഇൻ്റഗ്രേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് വൈ ചെയ്തു, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എക്സ് ആൻഡ് വൈ ആർ നോട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്.